ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ഭരണമാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. അതിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. കാരണം സാധാരണഗതിയിലൊരു തെരഞ്ഞെടുപ്പിനെ ഭരണപക്ഷം നേരിടുമ്പോൾ അവരിലൊരു കുറ്റബോധം ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് മനസാക്ഷി കുത്തം എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഉള്ള മാൻഡേറ്റ് ഞങ്ങളത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല എന്നൊക്കെ ഒരു കുറ്റബോധം ഉണ്ടാകാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ പ്രകടന പത്രികയെ വിചാരണ ചെയ്യുകയാണ്. അവർ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയെ ജനങ്ങൾക്ക് വിചാരണ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്. ശ്രീധരൻപിള്ള സാറിൻ്റെ കമൻസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രകടന പത്രികയുടെ പുറകിൽ ആരെങ്കിലും പോകുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് ചോദ്യം വന്നപ്പോഴാണ് 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നോ, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തോ, ഈ ചോദ്യമൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതല്ല, ഗവൺമെൻറ് പ്രകടന പത്രിക നടപ്പിലാക്കിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിന് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് തേടിയത്. ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്ന ഒരു ചർച്ചയിൽ മൊത്തം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, എങ്കിലും ചില പരാമർശങ്ങൾ ഇടയ്ക്ക് കേട്ടു. അതിൽ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ്, ഞങ്ങളുടെ PR വർക്ക് ജനങ്ങളാണ്. ഈ കനകോലു ഒരർത്ഥത്തിൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഒരാൾ തന്നെയാണ് ശ്രീ കനകോലു. പക്ഷേ ശ്രീ കനകോലു ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് പരിചയമുള്ളൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇടപെടണമെങ്കിൽ വലിയ സമ്പത്ത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ടീം അങ്ങനെയുള്ളൊരു ടീമാണ്. അങ്ങനെ ഒരു സമ്പത്ത് കൊടുത്ത് കോൺഗ്രസ് കേരളത്തിൽ നിരവധി മാസങ്ങളായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കനകോലു. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്യുന്നത്. അപ്പോൾ അതിനെ PR വർക്കെന്ന് പറയണോ, വേറെ ഏതെങ്കിലും പേര് കൊടുത്ത് പറയണോ എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ മാധ്യമ ലോകവും മറ്റുള്ളവരും ആലോചിക്കുക. എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇവിടെ ഇലക്ഷൻ വർക്ക് നടന്നത് എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയാണ്. നമ്മൾ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് വർത്തമാനം പറയണോ? 5 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സാറ്, 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സാർ അല്ലായിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി? 2011-16 ആ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലല്ലോ അന്തരിച്ചത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പരാജയപ്പെട്ടതിന് ശേഷമല്ലേ അദ്ദേഹം അസുഖബാധിതനായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത്. അതിലുള്ള വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ? എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിയുടെ ഭരണം കേരളത്തിന് ദോഷം ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണം കേരളത്തിന് ദോഷം ചെയ്തു. പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അങ്ങനല്ലേ അവരുടെ ഗവൺമെൻറ്റിനെ, സർക്കാരിനെ പരാജയപ്പെടുത്തിയത്.